merchant change, but your face remained the same. The swallows will be here by dawn, and when we're finally sober, they'll be gone. The trees will bloom and ice will melt. We'll always remember how it felt. A significant life, just what it was needed, clean in the blackest night, cloistered in injustice dead, and in the eyes of time, nobody is losing. The sparrows will be here by dawn, when we finally sober, they'll be gone. The trees will bloom and ice will melt. We'll always remember how it felt. I'm falling, I'm counting my steps from the top to the bottom. All I wanted, I still needed more just as soon as I got it. Baby, I'm scared we're gonna die still living like this. Baby, satisfaction don't exist. God, give me the things I need to open up my heart and let you in and know it's all enough. Tell me it's all enough. When I close my eyes, I see each of the 100 lives that I could live and know it's all enough. I know it's all enough to be here with you, Mom. Wanted magic, but how many dreams have we left in the attic? Collecting dust with my youth, all the things that I do that I don't believe in. God, give me the things I need to open up my heart and let you in and know it's all enough. Tell me it's all enough. ഒടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി ഒന്നെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാമോടെ
നീയേ താതൻ സന്നിധിയിൽ എൻ്റെ കുസദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ ഉച്ചം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നേടുത്താൻ കഴിവുള്ളവനെ എന്നെ മുറ്റും നേടുത്താൻ കഴിവുള്ളവനെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ എൻ്റെ മകൻ സ്വാമിൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉറപ്പിൻ്റെ ദിവസമാണല്ലോ ഇന്ന്. ഞാൻ പ്രാർത്ഥനയോടുകൂടി കഞ്ഞിക്കുഴിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ദൈവം യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ കൃപ നൽകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ഇപ്പോൾ ഒരു സങ്കീർത്തനം ജോസ്റ്റാൻ വായിക്കും. സഭയിലെ ശുശ്രൂഷ എന്നുള്ള നിലയിൽ റോയിച്ചാൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടുന്ന് യാത്ര ആരംഭിക്കും. 127 സങ്കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴികൾ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചവനായ സ്തോത്രം. അതിൻ്റെ കാര്യങ്ങളൊക്കെയും ഞങ്ങളെ നടത്തി പരിപാലിച്ചു. നിന്റെ കൃപയുടെ ചിറയും കീഴിൽ ഭദ്രമായി കാത്തു നിന്റെ സ്നേഹത്തിൽ, നിന്റെ ഐക്യതയിൽ, നിന്റെ സമാധാനത്തിൽ ഞങ്ങളെ നിലനിർത്തി ആപത്തർത്ഥങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് പരിപാലിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നവരായ സ്തോത്രം. ഞങ്ങളിപ്പോൾ വായിച്ച സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ മക്കൾ എന്ന് പറയുന്ന ഒരു അനുഗ്രഹ വിഷയമാണ്. ഞങ്ങൾക്ക് നീ മക്കളെ തന്നു, അവരെ ഞങ്ങൾ പഠിപ്പിച്ചു, മിടുക്കരാക്കി, അവർ ഓരോരോ സ്ഥാനത്തൊക്കെ എത്തി. അതുമാത്രമല്ല അവരുടെ ദാമ്പത്യ ജീവിതം നോക്കേണ്ട കടമയും ഞങ്ങൾക്കുണ്ട്. സാമിൻ്റെ വിവാഹ നിശ്ചയം ഇന്ന് നടക്കുകയാണ്. നിന്റെ കൃപാധിപം ഉണ്ടായിരിക്കണമേ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ സാമിനെ നീ പുലർത്തി അവൻ വിദ്യാഭ്യാസം ജയിപ്പാൻ തോമസിനെയും കുടുംബത്തെയും നീ ബലപ്പെടുത്തി ഇത്രത്തോളം അവനെ കൊണ്ടുവന്നു. അവൻ ബാംഗ്ലൂരിൻ്റെ പ്രദേശത്തേക്ക് കടന്നു പോകാനും അവിടെ ചില ജോലികളൊക്കെ ചെയ്യുവാനും ഇടവരുത്തി. ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഇപ്പോൾ അവന് ഒരു ദാമ്പത്യ ബന്ധത്തിലേക്ക് നീങ്ങുകയാണ്. അതിനായി ഞങ്ങളിപ്പോൾ കോട്ടയം ഭാഗത്തേക്ക് പോവുകയാണ്. നിൻ്റെ കൃപ ധാരാളമായി ഞങ്ങളുടെ ഉണ്ടായിരിക്കണമേ. വാഹനത്തെ തരികയും വാഹനത്തെ നിയന്ത്രിക്കുകയും ചെയ്യണമേ. ആപത്തും അടുത്തുമൊക്കെ വരാതെ നീ കാത്തുകൊള്ളണമേ. അവിടെ ആയിരിക്കുന്ന സമയം ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി ഇരിപ്പാനും ദൈവത്തെ മുൻനിർത്തി ജീവിപ്പാനും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. യാത്രയിലുടനീളം നിന്റെ സഹായം ഉണ്ടായിരിക്കണമേ. വാഹനത്തെ നിയന്ത്രിക്കുന്ന ദാസന്മാരെ ഓർക്കണമേ. കർത്തായെ കടന്നു പോകുന്നവർക്കൊക്കെ ശാരീരിക ബലഹീനതയൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും വഴിയിൽ പ്രയാസം ഉണ്ടാക്കാതെ നീ കാത്തുകൊള്ളണമേ. നിന്റെ അനുഗ്രഹം ധാരാളമായി പരണമേ. പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരാറുണ്ട്. അവരെല്ലാം തക്ക സമയത്ത് അവിടെ എത്തിച്ചേരുവാൻ നീ ഇടവരുത്തണമേ. കർത്താവേ, നിന്റെ കൃപ കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിരുന്ന പോലെ ഇനിയും ഞങ്ങളുടെ ഉണ്ടായിരിക്കണമേ. നീ തരുന്ന അൻപോട് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. നിന്റെ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഭവനത്തെ ഓർക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിലൊക്കെയും ഫിസിക്ക് ശാരീരികമായ ബലഹീനതകളൊക്കെ ഉണ്ടായി. എന്നാൽ അതിൽ നിന്നൊക്കെ വിടുവിച്ച് പരിപാലിച്ചു അതിനായ സ്തോത്രം. ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന രാംപി തോമസിൻ്റെ വൈഫിനും ശാരീരിക ബലഹീനതകളൊക്കെ ഉണ്ടായി എന്നാൽ കൊടുത്ത വിടുതലിനായ സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ ഓരോ സഹോദരങ്ങൾക്കും പ്രയാസമുണ്ട്. പ്രിയ അപ്പച്ചനും വന്നിട്ടുണ്ട്. അപ്പച്ചന് കർത്താവെ ശാരീരിക ബലഹീനതകളുണ്ട്. പ്രായധിക്യം ഉണ്ടായിരിക്കാം. എങ്കിൽ തന്നെ നിന്റെ കൃപ ധാരാളമായി ഉണ്ടായിരിക്കണേ. അതുകൊണ്ട് ഞങ്ങളെയൊക്കെയും തൃക്കരങ്ങളിൽ തരികയാണ്. നിന്റെ കൃപ ധാരാളമായി പാർന്ന് ഞങ്ങളെ വഴി നടത്തണം. എല്ലാം നന്മോട് നിറയ്ക്കണം. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നടക്കാൻ ഇടവരുത്തണം. കർത്താവ് ഓരോ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും തൃക്കരങ്ങൾ തരുന്നു നീ സഹായിക്കണം. കർത്താവ് എല്ലാം ഭംഗിയായി നടന്ന് എല്ലാ സുഖത്തോടെയും സന്തോഷത്തോടെയും അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകാൻ ഇടവരുത്തണമേ. എല്ലാ മാനം മഹത്വം അങ്ങേക്ക് നൽകുന്നു. ഞങ്ങളിപ്പോൾ പുറപ്പെടുന്നു. നിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെച്ച അരുമനാഥന്റെ വിലയേറിയ നാമത്തിൽ യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാണമേ. The things I need to open up my heart and let you in and know it's all enough.
home, where my heart is full. Oh, where I don't feel away or cold. I see the color through the lights. Joy of little I can't fight up in the sky. Joy of little things in life. Wonder why it all feels right. Waking up to tea in my bed. Wonder why no troubles inside. Everything's at ease instead. Wonder why time can fly, no matter how long it be. Wonder why we're in paradise, no other place so happy. I see the color through their eyes. സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയമാണ്. ആ വിവാഹ നിശ്ചയത്തിലേക്ക് അതിൻ്റെ ശുശ്രൂഷകളിലൂടെ ആരംഭിക്കുകയാണ്. ഞാൻ പേര് വിളിക്കുന്ന ദൈവദാസന്മാരെ മുൻപോട്ട് കടന്നു വന്ന് ഈ സ്റ്റേജിലിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് സാം കെ ജോൺ, ഇവാഞ്ചലിസ്റ്റ് ജോണി തോമസ്, ഇവാഞ്ചലിസ്റ്റ് രാജൻ വി തോമസ്, തോമസ് കെ മാത്യു, ഈ സഹോദരന്മാരെ ദൈവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കണം എന്ന് വിനയമായിട്ട് അർപ്പിക്കുന്നു. ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ കുഞ്ഞുങ്ങളുടെ അഡ്രസ്സും അവരുടെ കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവഹിതമായാൽ കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ പാമ്പാടി വില്ലേജ് മംഗളശ്ശേരി വീട്ടിൽ രാജു ദാനിയലിൻ്റെ ഷീല രാജുവിൻ്റെയും മകളും പാമ്പാടി ശാലയം പ്രധാന സഭാംഗവുമായ കെസിയ രാജുവും ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിലെ ചെറിയനാട് വില്ലേജിൽ ആണ്ടിയത്ത് വീട്ടിൽ ജോൺ എം തോമസിൻ്റെയും ഇവാഞ്ചലിസ്റ്റ് എം തോമസിൻ്റെയും മറിയാം തോമസിൻ്റെയും മകനും ഇമ്മാനുവൽ ബ്രദറൻ ചർച്ച് പെണ്ണൂക്കര സഭാംഗവുമായ സാം തോമസും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തുവാനാണ് ഇവിടെ നിങ്ങളെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ഈ ശുശ്രൂഷയോടെ തുടർന്നുള്ള ഇത് ശാലോസഭയുടെ ചുമതലയാണ് കൺവെൻഷൻ നടത്തുന്നത്. തന്നെയല്ല, ഇതൊരു ആത്മീയ ശുശ്രൂഷയാണല്ലോ, ദൈവം സ്ഥാപിച്ചതാണല്ലോ. വിവാഹം കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി നാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നാം എല്ലാവരും കടന്നു വന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. ഈ തുടർന്നിവിടെ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്നതിനായിട്ട് കർത്താവിൻ്റെ ദാസൻ ജോണി സഹോദരനെ വിളിക്കുന്നു, ജോണി സഹോദരൻ ചുമതല ഏൽപ്പിക്കുന്നു. പ്രിയ ദൈവദാസൻ മുൻപോട്ട് ഇടുന്നു, ഞാൻ ചുമതല നിർവഹിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. വലിയ നാമം മൂത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് നൽകിയ ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറിയിരുന്നു എന്ന് വിചാരിക്കുന്നു. ചെറിയനായിട്ടെന്ന് വന്ന പ്രിയപ്പെട്ടവരും എല്ലാവരും ഇവിടെ കയറിയിരുന്നു എന്നാണ് ചിന്തിക്കുന്നത്. വലിയവനായ ദൈവം വാഗ്ദത്ത പ്രകാരം നമ്മുടെ മധ്യത്തിലുണ്ട്. ആകയാൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമുക്ക് ഗായസംഘം മനോഹരമായൊരു ഗാനം ആലപിക്കുന്നതാണ്. എല്ലാവർക്കും ഈ സോങ് ഷീറ്റ്, പ്രോഗ്രാം ഷീറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അതിൽ ഒന്നാമത്തെ ഗാനം ഇപ്പോൾ നമുക്ക് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. വലിയവനായ ദൈവത്തെ പാടി സ്തുതിക്കുന്ന, നന്ദി പറയുന്ന അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഥേൽ ഗോസ്പൽ സിംഗേഴ്സാണ് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുന്നത്. വളരെ മനോഹരമായ ഗാനങ്ങൾ പാടിയും കേട്ടും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ പ്രിയപ്പെട്ടവർ പാടും. പാമ്പാടി ശാലോം ബ്രദറൻ ചർച്ചിൻ്റെ ചുമതലയിലാണ് ഇവിടെ ഈ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. ഒരിക്കൽ കൂടെ
എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിശേഷിച്ച് കൊയർ നമ്മുടെ മധ്യത്തിലുണ്ട്. അനുഗ്രഹീതരായ ദൈവദാസന്മാർ, സഭയിലെ ചുമതലപ്പെട്ട സഹോദരന്മാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇതൊരാത്മീക ശുശ്രൂഷയാകിയാൽ അത് ഏറ്റവും അനിവാര്യമാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇപ്പോൾ നാം എല്ലാവരും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവാഞ്ചലിസ്റ്റ് രാജൻ വി തോമസ് മുൻപോട്ട് കടന്നു വന്ന് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അവിടുന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമായിരിക്കാൻ സ്തോത്രം. അവിടുത്തെ മക്കളായിരിക്കുന്ന അടിയങ്ങൾക്ക് ഇന്ന് രാവിലെ ഈ കൺവെൻഷൻ സെൻറ്ററിൽ ഒരുമിച്ച് കൂടുവാൻ പ്രസാദമായി തീർന്നു. അതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് ഉന്നതനും ഉയർന്നവനുമായിരിക്കാൻ സ്തോത്രം. അവിടുന്ന് അമർത്യതയുള്ളതുമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അവിടുത്തെ എല്ലാ മഹത്വത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ മഹത്വം വെടിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പാപത്തിൽ നിബന്ധിച്ച മനുഷ്യവർഗത്തെ, അടിയങ്ങളെ അവിടുന്ന് രക്ഷിച്ചു തോർത്തു സ്തോത്രം. അവിടുത്തെ രക്ഷാകരമായിരിക്കുന്ന പ്രവൃത്തിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ വീണ്ടെടുപ്പിൻ്റെ വിലയെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ് കർത്താവേ. അവിടുത്തെ ചെങ്കിലെ ചോരയാൽ ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കൾ എന്നുള്ള പദവി അടിയങ്ങൾക്ക് നൽകിയിരിക്കാൻ സ്തോത്രം. ദൈവമക്കളായിരിക്കും ഞങ്ങൾക്ക് ഈ അനുഗ്രഹീതമായിരിക്കുന്ന നിമിഷം വിശേഷാൽ നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. വിശേഷാൽ ഈ സമയത്ത് സാമനെയും കെസിയെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമനെ പ്രത്യേകമായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് കൊടുത്ത എല്ലാ കൃപകൾക്കായി സ്തോത്രം. നല്ല ആത്മീയ പൈതൃകമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ, ആത്മീയ മൂല്യങ്ങൾ പ്രിയ മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭ്യമായി തീരുവാൻ ചെറുപ്രായം മുതൽ പ്രിയ പൈതലിനെ അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ദാസനെയും ദാസിയെയും അതിനായി കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ ദൈവത്തിനെ പഠിപ്പിക്കുവാൻ ഒരുക്കിയതോർത്തും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ കുടുംബത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കഥാവി ഞങ്ങൾക്ക് ചെറിയനാട് നിന്ന് യാത്ര ചെയ്ത് ഈ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ കൃപ കാണിച്ചു. അതിനായി നന്ദിയോടെ സ്തോത്രം. ക്രിസ്തിക്കായും പ്രാർത്ഥിക്കുന്നു. നല്ല വിദ്യാഭ്യാസം അവിടെ നൽകിയതോർത്ത് സ്തോത്രം. നല്ല ആത്മീയമായിരിക്കുന്ന, നല്ല അനുഗ്രഹീതമായിരിക്കുന്ന ബന്ധം പ്രിയ മൾക്ക് കർത്താവുമായിട്ടുള്ളതിനാൽ നന്ദിയോടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. പേരൻസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചാട്ടെ. ഇരു സഭകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഉദ്ദേശം അവിടുന്ന് അറിഞ്ഞിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതത്തിലുള്ള ബന്ധത്തിൽ അതിൻ്റെ തീരുമാനം എടുക്കുവാൻ ഒന്നിച്ച് ഇരു സഭകളും ഇരു കുടുംബങ്ങളും ഒന്നിച്ച് ആലോചിച്ച് ചില കാര്യങ്ങൾ തീരുമാനിക്കുവാൻ തക്കവണ്ണം തുടർന്നുള്ള സമയങ്ങളിൽ അടികളെ അവിടുന്ന് സഹായിക്കണം. അവിടുന്ന് ആലോചനയിൽ വലിയവനായ ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന അവിടുത്തെ ദാസനായ സ്തോത്രം. ദൈവം സംസാരിക്കുന്ന അവിടുത്തെ ദാസനായ സ്തോത്രം. ദാവേ, അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിക്കുന്ന അവിടുത്തെ ദാസന്മാർക്കായി സ്തോത്രം. അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിച്ചാട്ടെ. ഇന്നത്തെ ശുശ്രൂഷകൾ ആദ്യയുടന്തും അവിടുന്ന് നയിക്കുന്നതോർത്ത് സ്തോത്രം. അവിടുത്തെ കൃപ, അവിടുത്തെ നടത്തിപ്പ് ഞങ്ങൾക്കുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. കുഞ്ഞുങ്ങളെ പിന്നെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടെ സഹായിച്ചാട്ട് അടുത്ത ദിവസം നടക്കുന്ന ആ വിവാഹ ശുശ്രൂഷ ഏറ്റവും മാന്യമായും കർത്താവിൻ്റെ പ്രസാദമുള്ള ഒരു കുടുംബമായി ഈ ലോകത്തിൽ ഉടലെടുക്കുവാൻ അവിടുന്ന് കരുണ കാണിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. സമസ്ത വിഷയങ്ങളും ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ യേശു കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ
ആമേൻ. നമുക്കിപ്പോൾ ദൈവവചനം വായിച്ച് കേൾക്കാം. തീർച്ചയായും നമ്മുടെ കൂടിയൊരുവുകളിൽ വചന പാരായണം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവചനമാണല്ലോ നമ്മളെ വഴി നടത്തുന്നത്. ഇപ്പോൾ ബ്രദർ ഹാപ്പി മാത്യു മുൻപോട്ട് കടന്നു വന്ന ഒരു സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമ്മെ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 103 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 103 സങ്കീർത്തനം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരു ഗാനം കൂടെ കേൾക്കാം. സമയം അല്പം മുൻപോട്ട് പോയി, പൂർണ്ണമായിട്ടും പാടാൻ നമുക്ക് സമയമില്ല. ഞാൻ വിചാരിക്കുന്നത് സോങ് നമ്പർ 2 ആയിരിക്കും. അത് 1-2 സ്റ്റാൻസ പാടി അവസാനിപ്പിക്കും. Waves, the angels put it on the reds. Our God is an awesome God. There's thunder in his footsteps and lightning in his face. God is an awesome God. And the Lord wasn't joking when they kicked him out of Eden. It wasn't for no reason that he shed his blood. It's written in scripture, so you better be believing that our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. അവരും സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം വളരെ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. തിരുവചനത്തിൽ നാം വായിക്കുന്ന പോലെ, ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്, വി വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ഇറ്റ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരുന്നു. കർത്താവ് തക്ക സമയത്ത് അതിനുള്ള സാഹചര്യമൊരുക്കി. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ കാര്യത്തിൽ പ്രാർത്ഥിച്ച്, ഇരു സഭകളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിവുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് മുൻപോട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ ബ്രദർ ഡെൻസി മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും തുടർന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ബ്രദർ ഡെൻസിയെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കും. തലകളെ വണക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗപിതാവേ, ഇങ്ങനെ ഒരു നല്ല ദിവസം ഞങ്ങൾക്ക് അവിടെ നൽകിയതിനായ സ്തോത്രം. വിശേഷാൽ പ്രിയ പൈതങ്ങളുടെ വിവാഹത്തിൻ്റെ ഉറപ്പിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഇത്രയും പേർക്ക് കടന്നു കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. വിശേഷാൽ ചെറിയ നാട്ടിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാവടിയിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും യാത്രാക്ഷമത്ത് അവിടെ നൽകി കൊടുത്തതിനായി സ്തോത്രം. വിശേഷാൽ പ്രിയ കെസിയായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതകാലത്ത്
ദൈവം നൽകിയ എല്ലാ നന്മകൾക്കൊക്കെ നന്ദി പറയുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം. തുടർന്ന് നടക്കേണ്ട പ്രോഗ്രാമിന്മേലൊക്കെ അവിടുത്തെ വലിയ കൃപയും പരിപാലനവും ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിച്ചു. ബെത്രോത്തിൽ നടക്കണം. അതിനുശേഷം നടക്കുന്ന വചന ശുശ്രൂഷയോട് പ്രാർത്ഥിക്കുന്നു. അതും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് നടക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിച്ചാൽ അത് ചെയ്യുന്ന പ്രിയ ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും പ്രിയ പൈതങ്ങൾക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് കൃപ കാണിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. സകലം ക്രിസ്തുയേശുവിൻ്റെ അതിമഹത്തുള്ള നാമത്തിൽ തന്നെ. പിന്നെയും ഒരു പാട്ട് പ്രോഗ്രാമിലുണ്ട്. സോങ് നമ്പർ 3 അല്ലേ? ചുരുക്കമായിട്ട് കുറച്ചായിട്ട് പാടുക. ഇവരങ്ങ് ദൂരെ നിന്ന് വന്നതാണ്, തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. നിലയിൽ ഒരു ഗാനങ്ങൾ ആലപിക്കുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമാണ്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അതറിയാം. ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. സോങ് ഷീറ്റിലെ 3-ാമത്തെ പാട്ട്, സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ. ദൈവമക്കളായ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം നാം അനുഭവിച്ച് രുചിച്ചറിയുന്നവരാണ്. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്നേഹത്തിൻ്റെ രൂപമാണ്. അത് കാൽവറിയിലാണ് പ്രദർശിക്കപ്പെട്ടത്. ആ സ്നേഹത്തിൽ നമുക്ക് ആഴമായിട്ട് ഇറങ്ങിച്ചെന്ന് ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കും. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ. ദഹിപ്പിക്കണം എന്നെ അശേഷം സ്നേഹം നൽകണം എൻ പ്രഭു.
താങ്ക് യു ഫോർ ദ ബ്ലസ്സഡ് സോങ് ആൻഡ് ബ്ലസ്സഡ് സിംഗിങ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചല്ലോ. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തുവല്ലോ. തുടർന്ന് നാം എല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. നമ്മളെ ഇവിടെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഇതിനോടകം തന്നെ നമ്മൾ അറിയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഔദ്യോഗികമായി ആ കാര്യം ഇവിടെ പ്രസ്താവിക്കേണ്ടത് ഒരാവശ്യമാണല്ലോ. അതുകൊണ്ട് രണ്ട് കൂട്ടത്തിൽ നിന്നും, പ്രിയ കെസിയായുടെ ഭാഗത്തു നിന്നും പ്രിയ സാമിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ കടന്നു വന്ന് അവർക്കുണ്ടായ ധാരണകൾ, അവർ ചിന്തിച്ച കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഇവിടെ നമ്മുടെ ഓഡിയൻസിന് മുമ്പിൽ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ചേർന്ന് അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് കെസിയുടെ പപ്പയാണ് വരുന്നത്. മുൻപോട്ട് കടന്നു വന്ന് നമ്മളെ ഇവിടെ കൂട്ടി വരുന്നതിൻ്റെ ഉദ്ദേശം പ്രഖ്യാപിക്കുന്നതാണ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ സഭയായിട്ടും കുടുംബാംഗങ്ങളും എല്ലാവരും അറിഞ്ഞതാണ്. നമ്മൾ ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് തീരുമാനിച്ച പ്രകാരം ഇന്നേ ദിവസം കെസിയാമോളുടെയും സാം തോമസിൻ്റെയും വിവാഹം ഉറപ്പിക്കാനായിട്ട് സഭയായിട്ടും കുടുംബമായിട്ടും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ സെറിമണിക്കായിട്ടാണ് നിങ്ങളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം വളരെ സന്തോഷത്തോടെ അറിയിച്ചുകൊള്ളട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വാഗതവും നന്ദിയും അറിയിക്കുന്നു. പ്രിയ രാജു സഹോദരൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിവാഹാലോചന വന്നു. ഒരു ധാരണയിൽ ഞങ്ങൾ എത്തിയത് ഇങ്ങനെയാണ്: ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന 17-ാം തീയതി ബുധനാഴ്ച പെണ്ണക്കരയിലുള്ള ഇമ്മാനുവേൽ ബ്രദറൻ സഭയുടെ ആഭിമുഖ്യത്തിൽ കുമ്പനാട്ട് വെച്ച് മണിയാറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കണം എന്നുള്ളതാണ് ഒരു ധാരണയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനെല്ലാവരും സമ്മതമെങ്കിൽ ഇവിടെ വെച്ച് നമുക്കത് ഉറപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. രണ്ടു കൂട്ടരും അവരുടെ ധാരണകൾ ഇവിടെ പറയുകയുണ്ടായി. ആ നിലയിൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണല്ലോ ഇത് തീരുമാനിച്ച് ഉറപ്പിക്കാൻ, അല്ലേ? ഓക്കെ, എല്ലാവരുടെയും ചിരിക്കുന്ന മുഖം അത് വെളിപ്പെടുത്തുന്നുണ്ടെന്നറിയാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ മക്കൾ അങ്ങനെ വിവാഹത്തിൽ പ്രവേശിച്ച് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് അനുഗ്രഹീതരായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും ആ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇപ്പോൾ ഗായസംഘം ഒരു ഗാനം ആരംഭിക്കുന്നതും ആ സമയത്ത് കടന്നു വന്ന് സൈൻ ചെയ്യാൻ ഒപ്പ് വയ്ക്കേണ്ടതുണ്ട്. നിയുക്ത വധു, നിയുക്ത വരൻ, അതുപോലെ മാതാപിതാക്കൾ, സഭയുടെ ചുമതലപ്പെട്ടവർ സാക്ഷികളായിട്ടും മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ സൈൻ ചെയ്യാനായിട്ടുള്ള സമയമാണ്. അവരെ അതിനായിട്ട് ക്ഷണിക്കുന്നു. Comforter
ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കാണാനുള്ള സന്ദർഭമാണ്. അവർക്ക് തുടർന്ന് അവിടെ ഇരിക്കാം, അവരുടെ സീറ്റിലേക്ക് ഇരിക്കാവുന്നതാണ്. ഇരുന്നോ അവിടെ അങ്ങോട്ടിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന വിവാഹ നിശ്ചയ രേഖ പൊതുവിലൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ദൈവേഷ്ടമായാൽ കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ പാമ്പാടി വില്ലേജിൽ മംഗളശ്ശേരിൽ വീട്ടിൽ രാജു ദാനിയേലിൻ്റെയും ഷീല രാജുവിൻ്റെയും മകളും പാമ്പാടി ശാലയം വ്രതം സഭാംഗമായ കെസിയ രാജുവും, ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ ചെറിയനാട് വില്ലേജിൽ ആണ്ടിയത്ത് വീട്ടിൽ ഇവാഞ്ചലിസ്റ്റ് AM തോമസിൻ്റെയും അറിയാമ തോമസിൻ്റെയും മകനും ഇമ്മാനുവേൽ ബ്രദറൻ ചർച്ച് പെണ്ണുക്കര സഭാംഗവുമായ സാം തോമസും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ആണ്ട് സെപ്റ്റംബർ മാസം 17-ാം തീയതി രാവിലെ 10:30 ഇമ്മാനുവേൽ ബ്രദറൻ സഭയുടെ ചുമതലയിൽ കുമ്പനാട് മണിയാറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. വരൻ്റെ വീട്ടിൽ ഗൃഹപ്രവേശം നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. വരനും വധുവും ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ രക്ഷകർത്താക്കളുടെ ഒപ്പമുണ്ട്, സഭാ ശുശ്രൂഷകന്മാരുടെ ഒപ്പമുണ്ട്, സഭാ പ്രതിനിധികളായിട്ടും പ്രിയപ്പെട്ടവർ സൈൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ കുറി, ഈ വിവാഹ നിശ്ചയ രേഖ കൈമാറുന്നതിനുള്ള സന്ദർഭമാണ്. അത് ഇപ്പോൾ ആ കാര്യം നടക്കുന്നു. അതിനായിട്ട് പ്രിയ രാജു സഹോദരൻ മുൻപോട്ട് വരും. അതുപോലെ പ്രിയ AM തോമസ് സഹോദരൻ്റെ ഉപ്പാപ്പൻ കുഞ്ഞുമോനിച്ചായൻ മുൻപോട്ട് കടന്നു വന്നാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത്. അവരെ രണ്ടുപേരെയും അതിനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഒരു കരഘോഷം നടത്തി നമുക്കതൊന്ന്. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവ് വരാൻ താമസിക്കുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് തുടർന്നുള്ള സമയം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സമയമാണ്. നമുക്കറിയാം, ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ കരുതലുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു നേർക്കാഴ്ചയായിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നത്. അതിനായിട്ടും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ രാജു സഹോദരനും ഷീല സഹോദരിയും, അവർക്ക് 2 മക്കളെയാണ് ദൈവം ദാനമായിട്ട് നൽകിയത്. നിസിയും ഡാർവിനും അവർ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുന്നു. ഇപ്പോൾ ദൈവം കെസിയായിക്കും ഒരു കുടുംബജീവിതവും നൽകാനായിട്ടുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് ഈ കുടുംബമായിട്ട് വ്യക്തിപരമായിട്ട് വർഷങ്ങളുടെ പരിചയമുണ്ട്. പ്രത്യേകിച്ച് പ്രിയ ഷീല സഹോദരിയുടെ മാതാപിതാക്കളുമായിട്ടുള്ള ഹൃദ്യമായ ബന്ധമാണ് എനിക്കുള്ളത്. ഞാൻ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടു വന്ന നാൾ മുതൽ പ്രിയ സഹോദരിയുടെ പിതാവ്, ഞങ്ങൾ രാഘവൻ ചാൻ എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കും. അതുപോലെ ഗൗരി ആൻറ്റിയുണ്ട്. എന്നെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ ആത്മീക ജീവിതത്തിന് വളരെ കൈത്താങ്ങൽ നൽകുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാണ്. അവരുടെ കൊച്ചുമകളുടെ കെസിയായുടെ വിവാഹ നിശ്ചയം ഇന്ന് നടക്കുന്നു എന്നുള്ളതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ രാജു സഹോദരനും ഷീല സഹോദരിയും അവരെ പാമ്പാടി ശാലോം ബ്രദർ അസംബ്ലിയിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ശുശ്രൂഷയുടെ മുൻനിരയിൽ നേതൃത്വ നിരയിൽ ആയിരിക്കുന്ന പ്രിയ സഹോദരനാണ് രാജു സഹോദരൻ. ആ നിലയിലൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബം ഇത്രയും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര ശ്രേഷ്ഠമാണ്. കർത്താവ് തന്നെ മാനിക്കുന്നവരെ മാനിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു നല്ല തെളിവായിട്ട് നമുക്കത് ഇവിടെ കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ കരുതലുകളും വിശ്വസ്തതയും എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു വാക്കും കൂടെ ചെറിയനാട്ടിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെക്കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് തരമില്ല. എൻ്റെ പ്രിയ സഹോദരൻ AM തോമസ്
ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനം പഠിച്ചവരാണ്, ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നതാണ്. ഞങ്ങൾ സാംകുട്ടൻ എന്നാണ് സാമിനെ വിളിക്കുന്നത്. ആ പ്രിയ മകനും ഇങ്ങനെ നല്ല ഒരു അനുഭവത്തിലേക്ക് വരാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആ നിലയിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എനിക്കും ഒരവസരം നൽകിയതിൽ ഞാൻ ദൈവത്തെ വളരെയധികം മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആകയാൽ ദൈവം ഈ കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇതെല്ലാം തീരട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും അവൻ്റെ കരുതലിനും നമ്മൾ നന്ദി പറയുവാനായിട്ട് പോവുകയാണ്. ആകയാൽ കഴിയുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് ഈ കുഞ്ഞുങ്ങളും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്കവരെ ദൈവകരങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ബ്രദർ എം മാത്യുവിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. പ്രിയ സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അതിഥിയുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ നല്ല സമയം അവിടെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇവിടെ വെച്ച് നടത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഇസഹാക്കിൻ്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയത്തെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. അത് യഹോവയാൽ സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ ഓർക്കുവാൻ ഇടയാവുന്നതുകൊണ്ട് സ്തോത്രം. അതിന് പ്രകാരം പ്രിയ സാമിൻ്റെയും പ്രിയ എസിയായുടെയും വിവാഹ നിശ്ചയം യഹോവയാൽ സംഭവിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അവരുടെ ആ വരുന്ന 17-ാം തീയതി അവരുടെ വിവാഹം നടക്കുവാനും കർത്താവെ അതിന് ശേഷം അവരെ ഒന്നിച്ചാകുവാനും ആ ഇരു കുടുംബങ്ങൾക്കും അവർക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനൊക്കെ സർവോപരി സഭകൾക്കും സർവോപരി ദൈവത്തിൻ്റെ നാമമഹത്വത്തിനുമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ ഈ സമയത്ത് അവിടുന്ന് സഹായിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. തുടർന്നും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. നിന്റെ മക്കളെ ഒരിക്കൽ കൂടി തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണം. അവരുടെ കുടുംബ ജീവിതത്തെയും കർത്താവ് അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ദൈവ വഴിയിൽ അവർക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുന്ന ദാസനെയും തൃക്കരങ്ങളിൽ തരുന്നു. കർത്താവ് സഹായിക്കണം. ഞങ്ങൾക്ക് ആ ക്രിസ്തുയേശുവിനുള്ള സ്നേഹത്തിലൂടെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളമ്പി തരുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചു. നമുക്ക് വളരെ സന്തോഷത്തോടുകൂടെ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. ഇതുവരെയുമുള്ള ശുശ്രൂഷയൊക്കെ ദൈവം വളരെയധികം മാനിച്ചു. അതിനായിട്ട് ദൈവത്തിന് ഹൃദയംഗമായി നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് അല്പസമയം നാം ദൈവവചനം ശ്രദ്ധിക്കുവാനായിട്ട് പോകുകയാണ്. നമ്മുടെ കുടിവരവുകളിൽ ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ വചനം കേൾവി നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായിട്ട് തീരും എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് സാം കെ മാത്യു ആണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ സാം കെ ജോൺ ദേവദാസനാണ്. അദ്ദേഹം ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വമാർന്ന ശുശ്രൂഷയിൽ ആയിരിക്കുന്ന പ്രിയ സഹോദരനാണ്. അദ്ദേഹം അനുഗ്രഹീതമായ നിലയിൽ വചന ശുശ്രൂഷ ചെയ്യും. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനലുകളിലൊക്കെ ക്രിസ്തീയ ചാനലുകളിലൊക്കെ സന്ദേശം അനുഗ്രഹീതമായി നൽകുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു ദൈവദാസൻ കെ യോഹന്നാൻ. ഇന്ന് അദ്ദേഹം നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിലാണ്. തമിഴ്നാട്ടിൽ ആയക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് പേരൻസ്. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ സാം കെ ജോൺ ബാംഗ്ലൂരിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അദ്ദേഹത്തിൽ നമുക്ക് ചുരുക്കം ചില മിനിറ്റുകളേ ഉള്ളൂ. നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം.
ദൈവനാമത്തിന് മഹത്വം. ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച 2 കുടുംബങ്ങളോടും അതേപോലെ സ്ഥലം സഭയോടുമുള്ള എൻ്റെ നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട പല ദൈവ ശുശ്രൂഷകന്മാർ സുവിശേഷ വേലയിൽ പങ്കെടുക്കുന്ന ദൈവജനം അവിടെ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വന്നിവിടെ ഇരുന്ന സമയം തൊട്ട് സാമിനെ ഒന്ന് നോക്കുകയായിരുന്നു. സന്തോഷം അങ്ങനെ അടക്കുവാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രകാശമുള്ള ചിരി. എന്നെയും ചെറിയതിൽ വിളിച്ചത് സാംകുട്ട എന്നാണ്. ഓക്കെ, നല്ല ഒരു ചിരി. പക്ഷെ കെസ്സിയെ ഇച്ചിരി പിടിച്ചാണ് ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഇത് അവരുടെ ജീവിതത്തിൽ മാത്രം ഒരു സന്തോഷത്തിൻ്റെ ദിവസമല്ല. ഇവിടെ ഉള്ള അവരെ അറിയുന്ന എല്ലാ ദൈവജനത്തിനും സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. പലപ്പോഴും ഞാൻ ഈ എൻഗേജ്മെൻറ്റ് സെറമണീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, വിവാഹ നിശ്ചയം പല സ്ഥലങ്ങളിലും ഇന്ന് വെറും ഒരു ഫോർമാലിറ്റിയായി അത് തീർന്നിരിക്കുകയാണ്, ഒരു ചടങ്ങായിട്ട്. ഞാൻ ചില എൻഗേജ്മെൻറ്റ് സർവീസസിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വിവാഹം വൈകുന്നേരമാണെങ്കിൽ രാവിലെ എൻഗേജ്മെൻറ്റ് നടത്തും. ഒരു സ്ഥലത്ത് എൻഗേജ്മെൻറ്റിനും വെഡ്ഡിങ്ങിനും ഇടയിലുണ്ടായിരുന്ന ആകെ സമയം 1 മണിക്കൂർ. അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചടങ്ങ്? പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ നാം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുവാണെങ്കിൽ, ഈ വിവാഹ നിശ്ചയം എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിന് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. നാം പുതിയ നിയമത്തിലോട്ട് വരുവാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ഒരു വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ വിവാഹം നടന്നതിന് തുല്യമാണ്. കാരണം ഉറപ്പിച്ചു കഴിഞ്ഞു. അവർ തമ്മിലുള്ള ആ വിവാഹ ജീവിതത്തിൻ്റെ തുടക്കം അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു കപ്പിളിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അന്ന് ലീഗൽ ഡിവോഴ്സ് തന്നെയും വാങ്ങിക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർ ഒന്നിച്ചല്ല താമസിക്കുന്നത്, എന്നാൽ വിവാഹത്തിൻ്റെ ആദ്യത്തെ പടികൾ അവർ കയറിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്നിവിടെ ഈ 2 കുടുംബങ്ങളും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചന നടത്തി പ്രാർത്ഥിച്ചു. സഹോദരൻ സാമും കെസിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, പ്രാർത്ഥിച്ചു. ദൈവഹിതമാന്നുള്ളത് വ്യക്തമാക്കിയിട്ടാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുമ്പിൽ അവരിയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1-ാം നൂറ്റാണ്ടിലെ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്ന വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് നാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പഠിച്ചു നോക്കിയാൽ ഏകദേശം 1 അല്ലെങ്കിൽ 2 വർഷങ്ങൾ വിവാഹം കഴിക്കുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരുങ്ങുവാൻ വേണ്ടിയുള്ള ഒരു സമയം. ഒരുക്കം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് നമുക്കുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. ഇന്നൊരു വിവാഹ ശുശ്രൂഷ നടത്തുവാണെങ്കിൽ ഇതിൻ്റെ പല കാര്യങ്ങളും ഔട്ട്സോഴ്സ് ചെയ്താൽ മതി. കാശുണ്ടെങ്കിൽ ഒരു ഹാള് ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കേറ്ററിങ്ങിനുള്ള ആൾക്കാരെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും ഒരു നല്ല തുണിക്കടയിൽ നമുക്ക് ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള വസ്ത്രങ്ങളും നമുക്ക് വിവാഹത്തിന് വേണ്ടി വാങ്ങിക്കുവാനൊക്കെ പറ്റും. For today it is just a matter of few hours. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ആ ആൺകുട്ടി തൻ്റെ വീട്ടിലോട്ട് പോകുകയും അടുത്ത് തൻ്റെ വീട്ടിലോട്ട് വരുവാൻ, തൻ്റെ ജീവിത പങ്കാളിയായി വരുവാൻ വേണ്ടിയുള്ള ആ വ്യക്തിക്ക് വേണ്ടി ഒരു വീട് ഒരുക്കുകയും ചെയ്യുന്നത്.
തൻ്റെ പിതാവിൻ്റെ വീട്ടിനോട് ചേർത്ത് തന്നെയും താമസിക്കുവാൻ തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരു വീട് ഒരുക്കുകയും ചെയ്യുന്നത്. അതാണ് ആ സമയം. അതുപോലെ തന്നെയും ആ പെൺകുട്ടിയും തൻ്റെ വീട്ടിലോട്ട് ചെന്നിട്ട് മനോഹരമായ ഒരു വിവാഹ വസ്ത്രം അവളും അവരുടെ കൂട്ടുകാരികളും കൂടെ ചേർന്ന് ഒരുക്കുകയും താൻ കടന്നു പോകുന്ന വീട്ടിലോട്ട് തനിക്കും തൻ്റെ ഭർത്താവിനും ആവശ്യമാകുന്ന പല കാര്യങ്ങളും ഒരുക്കാൻ വേണ്ടിയുള്ള സമയമായിരുന്നു ആ സമയം. ഇന്ന് പ്രിയ സാമിനും കെസിയയ്ക്കും ആ രീതിയിലുള്ള ഒരുക്കങ്ങളൊന്നും ആവശ്യമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ജീവിതത്തിന് വേണ്ടി, ഒന്നിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ചില ഒരുക്കങ്ങൾ നിങ്ങൾ ഇന്ന് തുടങ്ങണം. എന്താണ് ആ ഒരുക്കങ്ങൾ? പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് വിവാഹ ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കമല്ല, വിവാഹ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം. ഒരു ദിവസമോ 2 ദിവസമോ അവസാനിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കമല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം ഈ ലോകത്തിൽ നിങ്ങളെ വയ്ക്കുന്നവരെ ജീവിക്കാനുള്ള ആ ലാസ്റ്റിംഗ് ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കം. 3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം നിങ്ങൾ ഒരുങ്ങേണ്ടത് പരസ്പരം സ്നേഹിക്കാൻ ഒരുങ്ങണം. യു നീഡ് ടു പ്രിപ്പയർ ടു ലവ് വൺ അനദർ. ഞാൻ ചില സാഹചര്യങ്ങളിലൊക്കെയും കൗൺസിലിംഗ് സെഷനിലൊക്കെ ഇരിക്കാറുണ്ട്, പ്രീമാരിറ്റൽ കൗൺസിലിംഗ് സെഷനിൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നിരുന്ന് യങ് കപ്പിളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, യു ബോത്ത് നീഡ് ടു പ്രിപ്പയർ ടു ലവ് വൺ അനദർ. അപ്പോൾ ആ പയ്യൻ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, അങ്കിളെ, സ്നേഹിക്കാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? തന്നെത്താനെ വരുന്നതല്ലേ സ്നേഹം? തന്നെത്താനെ എൻ്റെ ഉള്ളിൽ വരുന്നതല്ലേ സ്നേഹം? ഇതിനു വേണ്ടി ഒരുങ്ങാൻ പറ്റുമോ എന്ന് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ തന്നെയും പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം മനസ്സിലാക്കുന്നത് സ്നേഹം എന്ന് പറയുന്നത് ഒരു വികാരമായിട്ടാണ്. Many in the world think that love is nothing but a nice emotional feeling. എന്നാൽ വേദപുസ്തകം ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ആ രീതിയിൽ അല്ല. ഒരു വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. Ephesians chapter 5 verse 1 and 2. Therefore be imitators of God as beloved children and walk in love as Christ loved us and gave himself for us, a fragrant offering and sacrifice to God. Children, walk in love. കുഞ്ഞുങ്ങളെ, സ്നേഹത്തിൽ നടപ്പിൻ. എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ നമ്മെ സ്നേഹിച്ചോ അതുപോലെ ആ രീതിയിലുള്ള സ്നേഹത്തിൽ നടക്കണമെന്നുള്ളതാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട കെസിയും സാമും ഓർക്കേണ്ട ഒരു കാര്യം, ഈ സ്നേഹം ഒരു വികാരം മാത്രമല്ല. സ്നേഹത്തിൽ എമോഷനുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എമോഷൻ. ഞാൻ പറയട്ടെ, ഇപ്പം ഈ കാലഘട്ടത്തിലൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഫോൺ വിളിക്കാൻ ആരും മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിച്ച് സംസാരിക്കാനും ചിരിക്കാനും എത്ര സമയം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആസ്വദിക്കാനൊക്കെയും ഇന്ന് പറ്റും. വിവാഹം കഴിഞ്ഞ് ചില ദിവസങ്ങൾ ഇത് സാധ്യമുണ്ട്, ബിക്കോസ് ദാറ്റ് ഈസ് നാച്ചുറൽ എമോഷൻ. എന്നാൽ വേദപുസ്തകം പറയുന്ന ഈ സ്നേഹം വെറും ഒരു വികാരമല്ല. ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. പൊതുവെ ഒരു പുതിയ കാറ് വാങ്ങിച്ച് എന്ന് വയ്ക്കുക. ആദ്യമായിട്ട് ഈ കാറ്, പുതിയ ബ്രാൻഡ് ന്യൂ കാറ് ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് അത് ഓടിച്ച് വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ, അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അല്ലേ? കാറ് പുതിയതാണ്, എവറിത്തിങ് ലുക്സ് സോ ഗുഡ്. എല്ലാ വണ്ടിയുടെ പെയിൻറ്റും കളറും ഇൻറ്റീരിയേഴ്സും അതിൻ്റെ ആക്സലറേഷനും ബ്രേക്കിംഗ് സിസ്റ്റവും എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്. ആൻഡ് ദെൻ യു നോ വാട്ട്, ആ സമയത്ത്
നമ്മളെല്ലാവരും നമ്മുടെ ഫീലിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് ദിസ് കാർ, ഐ ലവ് ദിസ് കാർ എന്നാണ് പലരും പറയുന്നത്. എന്നാൽ 10 വർഷം ഒന്ന് കഴിഞ്ഞിട്ടോ, 10 വർഷം കഴിഞ്ഞിട്ട് ഏത് കാറ് 10 വർഷത്തിന് മുമ്പേ ഐ ലവ് മൈ കാർ എന്ന് പറഞ്ഞോ, അതേ കാറിന് ഉണ്ടായ അതിൻ്റെ മേളിലുള്ള എമോഷൻസ് വുഡ് ഹാവ് കംപ്ലീറ്റ്ലി വാനിഷ്ഡ്. വൈ? നൗ ഇറ്റ് ഈസ് ബ്രോക്കൺ. ബാംഗ്ലൂരിലൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കുവാണെങ്കിൽ ബമ്പർ ഒന്നും കാണത്തില്ല. ഇന്റീരിയേഴ്സ് വിൽ ബി വെരി ഷാബി. അപ്പോഴൊക്കെയാണ് പലരും ചിന്തിക്കുന്നത് ഈ കാർ ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന്. പ്രിയപ്പെട്ടവരെ, എമോഷൻസ് ഇസ് നോട്ട് കോൺസ്റ്റന്റ്, ഇറ്റ് വിൽ ചേഞ്ച്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുമ്പോൾ, അല്ലെങ്കിൽ കാല അവകാശങ്ങൾ ഇത് മാറി വരുമ്പോൾ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും റിയാലിറ്റീസും വരുമ്പോൾ, എമോഷൻസ് വിൽ ഹാവ് ups and downs. But the love that Bible talks about, വേദപുസ്തകം പറയുന്ന ഈ സ്നേഹത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് എ കമാൻഡ്മെൻറ്റ്. കെസിയും സാമും ഓർക്കേണ്ടത് ഇറ്റ് ഈസ് എ കമാൻഡ്മെൻറ്റ്. എങ്ങനെ ദൈവത്തിനെ നാം സ്നേഹിക്കണമെന്ന് വേദപുസ്തകം പറയുന്നു. ലവ് യുവർ ഗാഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈൻഡ്, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്. ലവ് യുവർ ഗാഡ്. ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ്. ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, നിങ്ങൾക്ക് ആ മൂഡുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക, ഇഷ്ടപ്പെട്ടാൽ ദൈവത്തെ സ്നേഹിക്കുക. അങ്ങനെയല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. അതിനു പകരം യു ought to love your God. അതേ രീതിയിലാണ് പൗലോസ് പുരുഷന്മാർക്ക് എഴുതുമ്പോൾ ഹസ്ബൻഡ്സ് ലവ് യുവർ വൈഫ്, ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ്. ഇത് കമാൻഡ്മെൻ്റ് ആയതുകൊണ്ട് ഇതിനു വേണ്ടി ഒരുങ്ങണം. നാച്ചുറലി ഇറ്റ് വിൽ നോട്ട് കം. യു നീഡ് ടു നോ, ബോത്ത് ഓഫ് യു need to really know, ask God to fill your hearts with love. ദൈവമേ, എന്നിൽ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക, so that I'll be able to love my spouse. ആ രീതിയിൽ നിങ്ങൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. കാരണം വേദപുസ്തകം പറയുന്നു ലവ് നെവർ ഫെയിൽസ്. അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണ്. 1 കൊരിന്ത്യർ 13 പറഞ്ഞിട്ടുണ്ട് ലവ് നെവർ ഫെയിൽസ്. അങ്ങനെയാണെങ്കിൽ ലവ് ഇസ് നോട്ട് ജസ്റ്റ് എൻ എമോഷൻ, ദിസ് ഇസ് സംതിങ് ദാറ്റ് യു നീഡ് ടു പ്രിപ്പയർ. രണ്ടാമതായിട്ട് വേറെന്ത് കാര്യത്തിന് വേണ്ടി ഒരുങ്ങണം? യു ബോത്ത് നീഡ് ടു പ്രിപ്പയർ ടു അക്സെപ്റ്റ് വൺ അനദർ. പരസ്പരം തമ്മിൽ നിങ്ങൾ സ്വീകരിക്കുവാൻ ഒരുങ്ങണം. അപ്പം അതെന്താ വലിയ കാര്യം നിങ്ങൾ ചിന്തിക്കാം. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഇവർ രണ്ടുപേരും 2 വ്യക്തികളാണ്. സാം, യു ഹാവ് എ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, യു ഹാവ് ബീൻ ബ്രോട്ട് അപ്പ് ഇൻ എ ഡിഫറെൻറ്റ് ഫാമിലി. സാമിൻ്റെ പശ്ചാത്തലവും ഹെറിറ്റേജും പഠിത്തവും മാരേജിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷനും ഇതെല്ലാം ഡിഫറെൻറ്റ് ഫ്രം ഹൂം? കെസിയ. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, 2 വ്യത്യസ്തപ്പെട്ട ഈ വ്യക്തികളെ ദൈവം ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ ഇവർ തമ്മിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഐ എം ഗോയിങ് ടു അക്സെപ്റ്റ് ദ അതർ പേഴ്സൺ ആസ് ഹീ ഈസ്, ആസ് ഷീ ഈസ്. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ കുടുംബത്തിൽ ആദ്യം തൊട്ട് പ്രശ്നങ്ങൾ വരുന്ന ഒരു ഏരിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ നോട്ട് ഏബിൾ ടു അക്സെപ്റ്റ് വൺ അനദേഴ്സ് ഡിഫറൻസസ്. ഞാൻ ഒരു കപ്പിളിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ തുടക്കത്തിലുണ്ടായിരുന്ന വലിയ പ്രശ്നം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഇത്ര വലിയ പ്രശ്നമുണ്ടോ? കാരണം ഒരാൾ സൗത്ത് ഇന്ത്യനാണ്, മറ്റൊരാൾ നോർത്ത് ഇന്ത്യനാണ്. ഒരാൾക്ക് രാവിലെ തന്നെ വേണം എന്ത്? ചപ്പാത്തിയും ആലു ബോണ്ടയും. ഇവിടുത്തെ ആൾക്കോ ഇഡ്ഡലിയോ ദോശയോ മതി. ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ ഇറ്റ് ഇസ് സോ ട്രിവിയൽ, ബട്ട് ഡിഫറൻസസ്, ലൈഫ് ഇസ് ഫുൾ ഓഫ് ഡിഫറൻസസ്. ആ 2 വ്യക്തികളെയാണ് ദൈവം ഒന്നിപ്പിക്കുന്നത്. ഐ ഓൾവേസ് സേ ദിസ്, God brings 2
different people together to show what is divine unity. അപ്പോൾ കെസിയും സാമും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? പല കുടുംബങ്ങളിലും തുടക്കത്തിൽ തന്നെ പ്രശ്നം വരുന്ന ഒരു ഏരിയ, സാം വിചാരിക്കും ഞാൻ കെസിയെ എൻ്റെ വഴിക്ക് എന്ത് ചെയ്യും, ഹലോ, എൻ്റെ വഴിക്ക് ഞാൻ ആരെ കൊണ്ടുവരും, കെസിയനെ കൊണ്ടുവരും. പക്ഷെ സാമ് ചിന്തിക്കരുത് കെസിയ അങ്ങനെ വിട്ടുകൊടുക്കുന്നൊന്നും. കെസിയ മനസ്സിൽ എന്ത് ചിന്തിക്കും, അച്ചായനെ എന്താ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ, അച്ചായനെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വഴിക്ക് കൊണ്ടുവരും. You know, that means both of you are not accepting one another, rather you want the other person to become like what? You. That's the beginning of all conflicts. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, you need to learn and prepare yourself to accept one another. There are beautiful verses throughout the scripture. 2-3 മാത്രം വായിക്കട്ടെ. Ephesians 4 verse 2. Be humble and gentle in every way. Be patient with each other. Lovingly accept one another. It's a beautiful verse. Ephesians 4:2. Lovingly accept each other. ദൈവമക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇതിനു വേണ്ടി ഒരുങ്ങണം. പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എന്നെ പോലെ ആ വ്യക്തി അല്ലെങ്കിലും ആ വ്യക്തിനെ ഉള്ളതുപോലെ ഞാൻ അംഗീകരിക്കുവാൻ എനിക്ക് മനസ്സ് തരണേ. ആ രീതിയിൽ പലപ്പോഴും എന്തോ പറഞ്ഞാൽ സാം സംസാരിക്കുന്ന പോലെ എല്ലാവർക്കും കെസിയ സംസാരിക്കുന്നത്. ബട്ട് ദെൻ നോ ദാറ്റ് അക്സെപ്റ്റൻസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൺ മോർ വേഴ്സ് ഐ വോണ്ട് ടു റീഡ്. Romans chapter 15 verse 7. Accept one another then just as Christ accepted you in order to bring praise to God. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ പറയട്ടെ, നമ്മൾ വേറൊരു വ്യക്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ, എസ്പെഷ്യലി ഇൻ മാരേജ് റിലേഷൻഷിപ്പ്, ഏതെങ്കിലും കാരണം ആയിക്കോട്ടെ, നമുക്ക് ആ വ്യക്തിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ, സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഓർത്തേച്ചാൽ മതി, ഈ കർത്താവ് എന്നെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്, എന്നെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്, എൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെല്ലാം മാറ്റിയിട്ടാണോ കർത്താവ് എന്നെ അക്സെപ്റ്റ് ചെയ്തത്, എന്നെ കംപ്ലീറ്റ് നല്ലവനാക്കിയിട്ടാണോ കർത്താവ് എന്നെ അക്സെപ്റ്റ് ചെയ്തത്? ഇല്ല. ഹി അക്സെപ്റ്റഡ് മീ ആസ് ഐ വാസ്. സാമും കെസിയും ജീവിതത്തിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ആകണം. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. I want to read the verse first. Ephesians chapter 4. Ephesians 4 and verse 32. Be kind to one another, tender-hearted, forgiving one another, as God in Christ forgave you. ഒരു പക്ഷേ സാമും കെസിയും ചിലപ്പോൾ ചിന്തിക്കും, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ ചിന്തിക്കും, വിവാഹ നിശ്ചയത്തിൻ്റെ സമയത്ത് തന്നെ ഇത് പറയണോ? സാമും കെസിയും ഒരുങ്ങേണ്ട വേറൊരു കാര്യം എന്തിനു വേണ്ടിയാണെന്നറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാൻ. I'm going to say something which could be now misunderstood. എന്താണെന്നറിയോ? കെസിയ, Sam is not a perfect person. Sam, Kesia is not a perfect person. ഇപ്പം കാണുമ്പോൾ തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഇംപെർഫെക്ഷൻ? പറഞ്ഞൊന്ന് ഇല്ല. ജീവിച്ച് തുടങ്ങുമ്പോൾ then you will begin to what? See a lot of imperfection. Because we are all like that. We are all imperfect people. അല്ലേ? എപ്പോഴും നമുക്ക് വെഡ്ഡിങ് ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കാൻ പറ്റുമോ? സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് തോന്നുന്നത്? വാ, മാലാക പോലെ. ആ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഗബ്രിയേലിനെ പോലെ. പക്ഷെ വീട്ടിൽ ജീവിച്ച് തുടങ്ങുമ്പോണ്ടല്ലോ, ദാറ്റ് ഈസ് വെൻ ആർ ഇംപെർഫെക്ഷൻസ് ബിഗിൻസ് ടു വാട്ട്? കം ഔട്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയ മക്കളെ, ഒരുങ്ങേണ്ടത് എന്തിനാണെന്നറിയോ? അങ്ങനത്തെ ഇംപെർഫെക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ
ചിലപ്പോൾ വാക്കും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കാണും, അല്ലെങ്കിൽ പ്രവൃത്തിയും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കാണും, നമുക്ക് ദുഃഖം വരുന്ന പോലെ. ബട്ട് യു നോ വാട്ട്, ടു റിയലൈസ് ആൻഡ് സേ ഐ എം സോറി, ഐ എം സോറി. ഞാൻ പലപ്പോഴും യുവാക്കളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ സ്പൗസിനെ നോക്കി ഐ ലവ് യു എന്ന് പറയാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഐ എം സോറി എന്ന് പറയാൻ പഠിക്കണം. Sorry is a 5-letter word that can be a marriage saving word for you. ഞാൻ പറയട്ടെ, ഇന്ന് എത്ര കുടുംബങ്ങളാണ് ചിന്നാഭിന്നമായി പോകുന്നത്? എന്തുകൊണ്ടെന്നറിയോ? ഈ ഒരു ക്ഷമിക്കാനുള്ള മനസ്സ് ഇല്ലാത്തത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, you both need to learn to know, really forgive one another. Be willing to ask sorry. ഞാൻ കല്യാണം കഴിച്ചിട്ട്, വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം 27 വർഷം കഴിഞ്ഞു. ഓക്കെ, 23-ാം വയസ്സിൽ കെട്ടിയ ആളാണ്. ഓക്കെ, എന്നെ പിള്ളേരൊക്കെ വിളിക്കാറുണ്ട്, ചൈൽഡ് മാരേജ് ആയിരുന്നു കേട്ടോ എന്ന് പറയാറുണ്ട്. ഓക്കെ, 27 വർഷം ഇപ്പോൾ കഴിഞ്ഞു. എനിക്ക് ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, എന്താണെന്നറിയാം മക്കളെ, എനിക്കതിനെ അറിയത്തില്ല എത്ര പ്രാവശ്യം എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ സോറി ചോദിച്ചു കാണും. ഇവിടെ ഉള്ള സഹോദരന്മാരുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ, ചിലപ്പോൾ സഹോദരന്മാർ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് സോറി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താകും, ഇച്ചിരി കുറഞ്ഞു പോകും. കുറഞ്ഞൊന്നും പോകത്തില്ല, കുറഞ്ഞൊന്നും പോകത്തില്ല. രണ്ടുപേരും നിങ്ങൾ വളരും. ബിക്കോസ് ദിസ് ഇസ് വാട്ട് വി റീഡ് ഇൻ ദ സ്ക്രിപ്ചർ. ബിക്കോസ് വി ആർ ഓൾ ഇംപെർഫെക്റ്റ് പീപ്പിൾ. ദാറ്റ് മീൻസ് നോ, വി വിൽ മേക്ക് സം മിസ്റ്റേക്സ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മിസ്റ്റേക്സ് ഒക്കെ വരാം. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കുക, അതേപോലെ ക്ഷമ കൊടുക്കാനും പഠിക്കണം. പ്രിയപ്പെട്ടവരെ, അതും ജീവിതത്തിൻ്റെ വലിയൊരു പാഠമാണ്. ചിലവരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്ന വാക്കുകളാണ്, ഇനി ഞാൻ ഒരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല. ബൈബിൾ എന്താ പറഞ്ഞതെന്നറിയോ? ദൈവം നമ്മെ ക്ഷമിച്ചതും പോലെ. ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് കണക്ക് പറയാമോ എത്ര പ്രാവശ്യം ദൈവം നിങ്ങളെ ക്ഷമിച്ചിട്ടുണ്ടെന്നോ? ഒരാൾക്ക് നിങ്ങൾക്ക് കണക്ക് പറയുവാണെങ്കിൽ എഴുന്നേറ്റൊന്ന് നിന്ന് പറഞ്ഞേ, എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ദൈവം ക്ഷമ നൽകിയിട്ടുണ്ട്? I tell you, we will all say countless times. എണ്ണാൻ സാധ്യമില്ല അത്ര പ്രാവശ്യം ദൈവം നമ്മെ ക്ഷമിച്ചിട്ടുണ്ട്. ഇവിടെ എക്സാമ്പിൾ ആരാന്നറിയോ? ക്രിസ്തു. ദൈവം നമ്മെ ക്ഷമിച്ചതുപോലെ. Dear brother Sam, dear brother Kesia, you need to understand that God has brought two imperfect people, but the marriage union is a perfect union. പക്ഷേ ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ സാധ്യമാകും അല്ലേ? ഞാൻ പറയട്ടെ, ദൈവത്തോട് അടുക്കുക. മക്കളെ, ഇന്ന് ഞാൻ പറയാം, ഇന്ന് പല വിവാഹങ്ങളിലും പ്രശ്നങ്ങൾക്ക് കാരണം എന്തോന്നറിയോ? ദൈവമായിട്ടുള്ള അവരുടെ അടുപ്പത്തിന് എവിടെയോ പ്രശ്നമുണ്ട്. ദൈവമായിട്ടുള്ള അടുപ്പത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവുമായിട്ടുള്ള അടുപ്പത്തിനും എന്തു വരും? പ്രശ്നങ്ങൾ വരും. So I have one request for you. You know what? Every day spend time with God. എല്ലാ ദിവസവും തനിച്ചും കുടുംബമായിട്ടും ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ പറയുകയും, ദൈവമേ ഇന്നൊരു നല്ല പുരുഷനായിട്ട്, എൻ്റെ വൈഫിന് നല്ലൊരു ഹസ്ബൻഡായിട്ട്, അല്ല എൻ്റെ ഒരു ഹസ്ബൻഡിന് നല്ല ഒരു വൈഫായിട്ട് ജീവിക്കുവാൻ ദൈവമേ എനിക്ക് കൃപ നൽകുക. You pray that prayer. You ask God to fill you with that what? Divine love. അത് വരുമ്പോൾ മാത്രമേ ഈ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് മാറുള്ളൂ. ദൈവം സഹായിക്കട്ടെ. It is really wonderful to see both of you. May the Lord bless you both as you really enter into this family life. You already taken the first step. Keep going up. The Lord is with you. May the Lord bless you. താങ്ക് യു ബ്രദറും. അനുഗ്രഹീതമായ ഒരാലോചന ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കേൾപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് സാമിനും കെസിയായിക്കും അത് അനുഗ്രഹമായി തീരട്ടെ.
അന്യോന്യം ക്ഷമിച്ച് വിജയകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിപ്പാൻ എല്ലാ ദൈവകൃപയും കർത്താവ് നൽകട്ടെ. കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ ബുധനാഴ്ച 17-ാം തീയതി വിവാഹ ശുശ്രൂഷ നടക്കുകയാണല്ലോ. ആ നിലയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഇപ്പോൾ നമുക്കൊരു ഗാനം കേൾക്കാം. പ്രിയപ്പെട്ടവർ ഒരു ഗാനം കൂടെ ആലപിക്കുന്നതാണ്. നമുക്കത് ശ്രദ്ധിക്കാം.
ചെയ്യുന്നു. ആദ്യമേ ഒരു ക്ഷമാപണം ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ വിചാരിച്ച സമയത്തല്ല ഇത് ആരംഭിക്കുവാൻ കഴിഞ്ഞത്. പലവിധ കാരണങ്ങളെ ശകലം താമസിച്ചു പോയി, അതുകൊണ്ട് ക്ഷമിക്കണം. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നന്ദി പറയാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ കവിയാണ്. ഇങ്ങനെ ഒരു മനോഹരമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റെ മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് ഇങ്ങനൊരു സെറിമണിയിൽ വരുവാനും നിങ്ങളോട് മധ്യ നിൽക്കുവാനും ഇതിനെല്ലാം കാരണമായി തീർന്നത് സ്നേഹത്തിൻ്റെ കാരണഭൂതനായ, സ്നേഹത്തിൻ്റെ ഉറവിടമായ, വീണ്ടെടുപ്പുകാരനായ എൻ്റെ കർത്താവിനെ കണ്ടതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു അനുഗ്രഹപ്പെട്ട ഒരു ഈവനിൽ നിൽക്കുവാൻ കഴിഞ്ഞത് എൻ്റെ കർത്താവിനെ കണ്ടതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആദ്യമേ എൻ്റെ കർത്താവിന്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എന്നെ സ്നേഹിച്ചവന്, നമ്മൾ കേട്ടല്ലോ സ്നേഹത്തെക്കുറിച്ച്, എന്നെ തൻ്റെ ജീവനെ തന്ന് സ്നേഹിച്ചവനായ എൻ്റെ കർത്താവിന് എല്ലാ നന്ദിയും സ്തോത്രവും ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പ്രിയ ബ്രദർ സാം കെ ജോൺ, ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. UK-യിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പല കൗൺസിലിംഗ് ചെയ്യുന്ന, പല സ്ഥലത്ത് പോയി ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഞങ്ങളുടെ ഇൻവിറ്റേഷൻ അനുസരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ നൈറ്റിൽ തന്നെ അദ്ദേഹം ഇവിടെ വരികയും ഇതിൽ സംബന്ധിക്കുവാൻ, നല്ലൊരു മെസ്സേജ് പറയുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുവേണ്ടി ഞാൻ വളരെ നന്ദിയോടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാമത്തിലും ദൈവനാമത്തിലും ബ്രദർ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ജോണിക്കുട്ടി സഹോദരൻ ഞങ്ങൾ മുന്നമേ പറഞ്ഞിരുന്നു, വളരെ മനോഹരമായി ആങ്കർ ചെയ്തു. ആ സഹോദരനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു വിലപ്പെട്ട ദൈവദാസനാണ്. ദൈവസഭയിൽ വളരെ അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ്. ജോണിക്കുട്ടി സഹോദരനെയും ഈ സമയത്തിൽ ദൈവത്തിൻ്റെ നാമത്തിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാമത്തിലും വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അത് ഞങ്ങളുടെ സഭ ഈ സമയത്ത് എനിക്ക് ഓർക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയിൽ വഹിച്ച ഞങ്ങളുടെ സഭ എന്ന് പറയുന്നതിനേക്കാളിലും അത് ഞങ്ങളുടെ കുടുംബം എന്നാണ് ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്നത്. എൻ്റെ കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ സഭ എനിക്ക് ചെയ്ത എല്ലാ, എൻ്റെ കൂടെ നിന്ന, പ്രാർത്ഥനയിൽ ഓർത്ത, അവരെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്ത എൻ്റെ സഭയെ ഈ സമയത്ത് അതിൻ്റെ മൂപ്പന്മാരെയും ശുശ്രൂഷകന്മാരെയും സഹോദരങ്ങളെയും എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാത്രമല്ല, പെണ്ണുക്കര സഭയിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെയും, പ്രിയ ദേവദാസൻ സഹോദരൻ എ.എം. തോമസ്, കുടുംബം, അവരുടെ കൂടെ വന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ നന്ദി അവരെയും ഞാൻ അറിയിക്കുന്നു. അത് മാത്രമല്ല, എൻ്റെ ക്ഷണമനുസരിച്ച് ഞങ്ങളുടെ ബന്ധുക്കളായ തൃശ്ശൂരിൽ നിന്ന് കടന്നു വന്ന ഞങ്ങളുടെ ബന്ധുക്കൾ, എൻ്റെ സഹോദരന്മാർ, ക്രിസ്തുവിൽ എൻ്റെ സഹോദരന്മാർ തൃശ്ശൂരിൽ നിന്നും, നെടുങ്കണ്ടത്തിൽ നിന്നും, ഏലപ്പാറയിൽ നിന്നും, അങ്ങനെ കോട്ടയത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും സഹോദരങ്ങളെയും ഈ സമയത്ത് വളരെ നന്ദി പറയുകയാണ്. നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിലും നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാത്രമല്ല, ഞാൻ എൻ്റെ ക്ഷണമനുസരിച്ച് കടന്നു വന്ന എൻ്റെ അയൽപ്പക്കക്കാർ, എൻ്റെ സ്നേഹിതർ, എൻ്റെ കൂട്ടുകാർ എല്ലാവരെയും ഈ സമയത്ത് വളരെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളെല്ലാം വളരെ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാത്രമല്ല, ഇവിടെ വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ബത്തേൽ മ്യൂസിക് ടീമിന് അവർക്ക് വേണ്ട സമയം കിട്ടിയില്ല. കാരണം ഒത്തിരി സമയമായി. അവർ ഇത്തിരി കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ വളരെ മനോഹരമായി ഈ അവരുടെ മ്യൂസിക് നമ്മെ വളരെ സന്തോഷഭരിതമാക്കുമായിരുന്നു. എന്നാൽ പടയെന്ന് നിർത്തേണ്ടി വന്നു. അവർക്ക് ഞങ്ങളുടെ നന്ദിയെ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിലും ഞങ്ങളുടെ നാമത്തിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാമത്തിലും നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാത്രമല്ല,
ഈ സ്റ്റേജൊക്കെ വളരെ അത്ഭുതകരമായി മനോഹരമായി ഡെക്കറേഷൻ ചെയ്ത ഡേ ഡ്രീം ഡെക്കറേറ്റേഴ്സിനെ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മാത്രമല്ല ജർമ്മൻ കാറ്ററിങ്സ് ആണ് എൻ്റെ കാറ്ററിങ് ഏറ്റിരിക്കുന്നത്. തൃശ്ശൂരാണ് അവർ. വളരെ നന്നായിട്ട് ഒരു ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതിനായി ഞങ്ങൾ അവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ കുടുംബത്തിൻ്റെ നാമത്തിൽ നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ക്രിസ്തോബറിൽ മാനേജ്മെൻറ്റിന് ഈ ഹോൾ അനുവദിച്ചു തന്ന അവർക്കും ഞങ്ങൾ എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്ത കൊണ്ടാണ് എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഫുഡ് ഇവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ഫുഡ് കഴിച്ച് സന്തോഷമായിട്ട് മടങ്ങി പോകണം. ദൈവനാമത്തിൽ അപേക്ഷ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ ദൈവം മാനിച്ചു. നാം അല്പം ലേറ്റായിട്ടാണ് ആരംഭിച്ചതെങ്കിലും കൃത്യസമയത്ത് അവസാനിപ്പിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. എല്ലായിടത്തും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. മനോഹരമായ ഗാനങ്ങൾ നാം കേൾക്കുകയുണ്ടായി. അനുഗ്രഹീതമായ ദൈവവചനത്തിൻ്റെ കേൾവി. എല്ലാ ശുശ്രൂഷകളുടെ മേലും സ്വർഗത്തിൻ്റെ വലിയ കൃപ വ്യാപരിപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വരാൻ താമസിച്ചാൽ 17-ാം തീയതി ബുധനാഴ്ച നമ്മുടെ മക്കളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹമായി നടക്കേണ്ടതിന് നമുക്ക് വളരെ അധികം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇനി സാമനംഗസ്യയ്ക്ക് അധികം ദിവസമില്ല, വേഗത്തിൽ ആ ദിവസം വരും. എന്നാൽ പ്രിയ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ഈ ചുരുക്ക ദിവസത്തിനുള്ളിൽ തന്നെ വളരെയധികം ഒരുക്കപ്പെടുന്ന ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീകമായിട്ടുമൊക്കെ ഒരുക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ നിലയിലും കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് വിരുന്ന് സൽക്കാരമുണ്ടല്ലോ, അതിലേക്കും പ്രവേശിക്കാം. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് തോമസ് കെ മാത്യു, ശാലോം പ്രഥമ അസംബ്ലിയിൽ സുവിശേഷകനായ തോമസ് കെ മാത്യു മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും അതിനുശേഷം ഭക്ഷണത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയും ചെയ്താൽ നന്നായിരിക്കും. ആ കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യും. വളരെ അനുഗ്രഹീതമായിട്ട് ഈ ശുശ്രൂഷയൊക്കെ നടക്കുവാൻ ദൈവം സഹായിച്ചു. വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ കരുണ കാണിച്ചു. ദൈവത്തിന് നന്ദി പറയാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കുവാൻ. മഹത്വമുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല പകൽ കൂടി ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സർവോപരി അവിടെ ഞങ്ങളെ വേർതിരിച്ച് വിളിച്ചതിനായി സ്തോത്രം. അവിടുത്തെ സാക്ഷികളായി ദേശത്ത് നിർത്തുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകത്തെ കർത്താവെ ദൈവമുള്ള മക്കളായി ജീവിപ്പാനും ദൈവകൃപ അനുഭവിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. തൃക്കരങ്ങളിൽ അടിയങ്ങളെ ഫലമേൽപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആലോചനയിൽ ആ എൻഗേജ്മെൻറ്റ് നടത്താൻ തക്കവണ്ണം കർത്താവ് ഈ പകൽക്കാലം അടിയങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, വഴിയാത്രയിലൊക്കെ അവിടുന്ന് കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വരൻ്റെ കൂട്ടത്തിൽ നിന്ന് സാമിൻ്റെ കൂട്ടത്തിൽ നിന്ന് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി അവരുടെ വഴിയാത്രയിൽ കൂടെ ഇരുന്നു സമാധാനത്തോടും ക്ഷേമത്തോടും വന്നു ചേരുവാൻ ഇടയാക്കിയതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. എളിയവർക്കൊക്കെയും ആ നിലയിൽ വരുവാൻ ഇടയാക്കിയതിനായും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ചില ദിനങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കാൻ ഇടയാക്കിയല്ലോ. അവിടുത്തെ വചനം കേൾക്കുവാൻ, അവിടുത്തെ ഗാനങ്ങൾ ശ്രവിക്കുവാൻ ഒക്കെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിൽ അടിയങ്ങളെ മുഴുവനായി ഫലമേൽക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ തരിക. അവിടുന്ന് ഹിതമാകുന്നുവെങ്കിൽ കർത്താവെ, ബുധനാഴ്ച ആ വിവാഹം നടക്കേണ്ടതുണ്ട്. ആവശ്യമായ എല്ലാ ക്ഷേമവും നൽകണം, എല്ലാ വഴികളും തുറക്കണം, സാഹചര്യങ്ങളെയൊക്കെ അനുകൂലമാക്കി തരണം. പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ ഒന്നും ഉണ്ടാകാതെ അവിടുന്ന് കാക്കുമാറാകണം എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്ന എല്ലാ കൃപകൾക്കായും സ്തോത്രം. ഒന്നുകൂടി എല്ലാ ജനത്തിനായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, എല്ലാ അനുഗ്രഹങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവെ, തൃക്കരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് അടിയങ്ങൾ അങ്ങോട്ട് കടന്നു പോകുന്നു. തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. സകല മഹത്വവും തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഓരോരുത്തരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിശേഷിച്ച് വിവാഹത്തിനായി ഒരുക്കിയിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോടും കുടുംബങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യാം. പിതാവേ, ഞങ്ങൾ പിന്നെയും തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല ആത്മീയ ഭക്ഷണം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പോഷിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശാരീരിക പോഷണത്തിനായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായി ഞങ്ങൾ തന്നെ വാഴ്ത്തുന്ന കർത്താവേ, അതിന് മുഖാന്തരങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഭക്ഷിച്ച് ബലം പ്രാപിച്ച് തിരുനാമത്തിലും ജീവിക്കാൻ സഹായിക്കണം. മുഖാന്തരങ്ങളെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ. I lose my breath whenever I see you. You stole my heart, what is it that you do? My life was great till you added colors. Like the moon needs the sun, we don't care about the others. You set my world on fire. You're my heart's desire. I just wanna love you, just wanna hold you, just wanna be with you till we grow old. Please tell me you'll stay or take me away. I want you for myself every single day. You set my world on fire. You set my world on fire. I don't know what I'd do without you. You make me smile, what is it that you do? My life was great till you added colors. Like the moon is the snow, we don't care about the others. You set my world on fire. You're my heart's desire. I just wanna love you, just wanna hold you, just wanna be with you till we grow old. Please tell me you'll stay or take me away. I want you for myself every single day. You set my world on fire. You set my world on fire. I just want you, I just need you. I don't know what it is you do. I just want you, I just need you. I don't know what it is you do. I just wanna love you, just wanna hold you, just wanna be with you till we grow old. Please tell me you'll stay or take me away. I want you for myself every single day. You set my world on fire. You set my world on fire. I used to cry during movies, now they do nothing to me. You made me bottle my feelings and call them temporary. So grow up, kid, grow up. You'll have to not turn the lights on when my dreams are scary. You told me that I should get friends that weren't imaginary. So grow up, kid. I didn't wanna try new things cause you were afraid to. And now you're pulling on my strings to turn me into someone that I can't relate to. Told me it's better to run, trying to keep me away from the city. But you won't make me afraid of opinions that died in the 60s. You want me to be like someone else. It's taking its toll on my mental health. You think it'll give me thicker skin, so you keep
wish I could forget. I don't compare to the stars you see on the internet. Grow up, kid, grow up. Gave me too many pills that were laced with regret. Now it's no surprise that I still feel the side effects. Grow up, kid. I didn't wanna try new things cause you were afraid to. And now you're pulling on my strings. You turn me into someone that I can't relate to. Told me it's better to run, try to keep me away from the city. But you won't make me afraid of opinions that died in the 60s. You want me to be like someone else. It's taking its toll on my mental health. You think it'll give me thicker skin, so you keep saying grow up, kid. Grow up, kid. Grow up. Grow up, kid. And now I wanna try new things cause you were afraid to. Yeah, I used to pulling on my strings, but it'll never hurt me the way that it used to. Told me it's better to run, try to keep me away from the city. But you won't make me afraid of opinions that died in the 60s. You want me to be like someone else. It's taking its toll on my mental health. You think it'll give me thicker skin, so you keep saying grow up, kid. Grow up, kid. Grow up. Grow up, kid. Grow up. Don't think you'll ever know. Don't think you'll ever know. Grow up, kid. Grow up. I'm trying my best to let you in, but you keep saying grow up. I would say we were good together. I would say we had fun, but our trails will never run forever. Yeah. Something else is on your mind, like everything that's good in life always come to an end. We're letting
like the fire in a cheetah, like a star about to fall. A fever rush inside me when I see her. I'm a dice to roll, and I can feel my heart skip a beat or two. I don't know how to breathe, I don't know how to breathe, and I can feel within I am black and blue. Can't explain what she released, can't explain what she released when she said, like a beat getting stronger, feel the air around her, dance like a falling leaf, like a song on the radio, out on the patio, we'll find a dream to seize. It's the way she makes me feel when I see the way she's moving. I can feel it to my bones, like a shiver, oh, the image of our fusion. In a moment we stole, in a moment we stole, and I said, and I said, like a beat getting stronger, feel the air around her, dance like a falling leaf, like a song on the radio, out on the patio, we'll find a dream to drive. Do you know I'm looking, and I can't help but smile. Do you know how much I love you? You put my favorite song on, I put my feet up, and we just sing along, and I can't help but feeling, just loving this moment. Can we stay here forever? I'm loving this moment. Can we stay here together? If I could stop the time, don't you know that I would? 'Cause I'm just loving